ശക്തി പ്രകടനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും അമേരിക്കയും ഇസ്രായേലും ശരിക്കും പ്രതീക്ഷിച്ചിരിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു അല്ലേ? പ്രതീക്ഷിച്ചിരിക്കേണ്ടത് ഇറാന്റെ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഭയപ്പെടേണ്ട സാഹചര്യമായിരിക്കുന്നു എന്നും പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസം യുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമയമാണ്. ഈ 10 ദിവസം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഇറാനിലേക്ക് നടത്തുകയും ചെയ്തൊരു ടൈം പീരീഡാണ്. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഒരു രാജ്യമായിരുന്നുവെങ്കിൽ അവരുടെ ഭരണാധികാരിയെയും ഭരണാധികാരിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെയും പ്രതിരോധ മന്ത്രിയെയും ഒക്കെ ഒറ്റയടിക്ക് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ആ രാജ്യം നിലംപതിക്കും. അവിടുത്തെ ഭരണം അസ്ഥിരമാകും. ആ അവിടെ വലിയ ആഭ്യന്തര കലാപം ഉണ്ടാകാം. അവിടുത്തെ വിമതരായിട്ടുള്ള ആളുകൾ ഈ ഭരണം പിടിച്ചെടുത്ത് ആ രാജ്യത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന സുസ്ഥിരത പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ടതാണ്. പക്ഷേ ഇറാൻ എന്നൊരു മഹത്തായ ആണ് അത്, അല്ലെങ്കിൽ അതിൻ്റെ കെട്ടുറപ്പ് അത്രത്തോളം ശക്തമാണ്, അവരുടെ സൈനിക ശക്തി അത്രമേൽ കരുത്തുറ്റതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അതായത് ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. ഇറാനിൽ പുതിയ ഭരണാധികാരി അധികാരമേറ്റ് അവരിപ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ ആക്രമണങ്ങളും പ്രതിരോധവും വെല്ലുവിളിയും തുടരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ഒരു രാജ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു രാജ്യം ഇങ്ങനെ പെരുമാറുന്നു എന്ന നിലയിൽ നോക്കുമ്പോൾ അത് വലിയ അത്ഭുതമാണ്. പക്ഷേ ഇറാനാണ് എന്ന് പറയുമ്പോൾ അതിൽ വലിയ അത്ഭുതമില്ല. കാരണം ഇറാൻ അങ്ങനെയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഇറാൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നിരവധി പ്രതിരോധങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിരോധം എന്ന് പറയുന്നത് ഇറാന് പുത്തരിയല്ല. ആക്രമിക്കാൻ വരുന്നവരെ തിരിച്ചടിക്കുന്നത് ഇറാന് പുത്തരിയല്ല. പക്ഷേ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഏറ്റവും മാരകമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാനുള്ളിലേക്ക് നടക്കുന്നത്. അവരുടെ പരമോന്നത നേതാവിൻ്റെ മരണം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. പക്ഷേ എന്നിട്ടും ഈ 10 ദിവസമായിട്ടും ഇറാനെ എന്തു ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലോകം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അപ്പം അമേരിക്കയോടും ഇസ്രായേലിനോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? ഇറാന് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇറാനിൽ നടന്നോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഉത്തരം ഇല്ല എന്നാണ്. കാരണം ഇറാനിൽ പ്രതീക്ഷിച്ചതൊന്നും നേടാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. ഖാംനെയിയെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നില്ല ഇറാനെതിരായ നീക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്. അവരെ എന്തായാലും വധിക്കും. പക്ഷെ അവരെ വധിക്കുന്നതിനപ്പുറം ഇറാൻ്റെ ഭരണം പിടിക്കുക, ഞങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ ഇറാൻ ഭരിക്കുക, അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ ഖാംനെയി അമേരിക്കയോട് വഴങ്ങുകയായിരുന്നുവെങ്കിൽ ഖാംനെയിക്ക് പകരം ഒരാളെ വരുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഖാംനെയിയുടെ ഭരണം തന്നെ തുടർന്നോളാൻ അമേരിക്ക പറഞ്ഞേനെ. ഖാംനെയി എന്ന പേരോ ആ വ്യക്തിയോ ഒന്നുമല്ല പ്രശ്നം, അവരുടെ നിലപാടായിരുന്നു പ്രശ്നം. ആ നിലപാട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഖാംനെയി എന്ന ക്രൂരനായ ഭരണാധികാരിയെ ട്രംപ് സെലക്ട് ചെയ്ത് കൊലപ്പെടുത്തിയതെന്നാണ്. പച്ച നുണയാണത്. സ്ത്രീവിരുദ്ധ ഭരണം നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ട്രംപ് ഇടപെട്ടതാണെന്ന് കുറേ വിഡ്ഢികൾ പറയുന്നുണ്ട്. അത് പച്ച നുണയാണ്. ട്രംപിൻ്റെ ലക്ഷ്യം ഇറാൻ്റെ ഭരണം, അവിടുത്തെ സ്വത്തുക്കൾ, അവിടുത്തെ എണ്ണ നിക്ഷേപം, ഇതൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ യുദ്ധം അമേരിക്ക എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ അവരുടെ വലിയ പേടി കൊണ്ടാണ്. ഏത് നിമിഷവും നെതന്യാഹുവിന് ജീവൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഇറാൻ കയറി അടിക്കുമെന്ന പേടിയുടെ പുറത്താണ് അവർ യുദ്ധം എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എന്തായാലും ഈ ആക്രമണത്തിലൂടെ ഇറാൻ പിടിക്കാമെന്ന സ്വപ്നമില്ലാതെ റഷ്യയും ചൈനയും കളത്തിലിറങ്ങി. ഇതോടെ ഇറാന് നല്ല ബാക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആക്രമണങ്ങളിൽ കുറെ കൂടി തെളിച്ചമുണ്ട്, വ്യക്തതയുണ്ട്. അതേതോ തീവ്രമായ യുദ്ധമാണെങ്കിൽ 6 മാസം വരെ നീണ്ടു പോകാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അതിനുള്ള ശേഷി ഇറാൻ ഉണ്ടെന്ന് ഇറാന്റെ സൈനികർ പുറത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ ആ ഒരു പവർ എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. അല്ല, ഇറാൻ ഇതെപ്പോഴാണ് പറയുന്നത്? അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പരിപൂർണമായ നാശമായി, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു, ഇറാന്റെ ആയുധങ്ങൾ ഇല്ലാതായി എന്ന് ഒരു വശത്ത് അവകാശപ്പെടുമ്പോഴാണ് മറുവശത്ത് ഇറാൻ ഇമാതിരി പണികൾ കാണിക്കുന്നത്. ഇത് മാത്രമല്ല, അവരുടെ സെജ്ജൽ മിസൈലുകൾ, ഫത്ത മിസൈലുകൾ, അവരുടെ ഡ്രോൺ ശേഖരം, ഇതിൻ്റെയൊക്കെ പുതിയ പുതിയ വീഡിയോകൾ അവർ പുറത്തുവിടുന്നുണ്ട്. അതായത് ഒരു വശത്ത് അമേരിക്ക ഇറാൻ്റെ സമ്പൂർണ്ണ സൈനിക നാശം ഉണ്ടായി, ഇറാൻ്റെ സ്റ്റോക്ക് മുഴുവൻ തീർന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്.
അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ സ്റ്റോക്കുകളാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ എല്ലാ തരത്തിലുള്ള വ്യോമ പ്രതിരോധ ഉപാധികളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. താഡ് പേട്രൺ എന്നൊക്കെ പറയുന്ന അമേരിക്ക ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാവുകയാണ്. ഇസ്രായേലിനുള്ളിലേക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാവുകയാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു ഇന്ത്യൻ പത്രക്കാരൻ പറഞ്ഞത് എല്ലാ വിവരങ്ങളും ഇസ്രായേൽ മറച്ചു വയ്ക്കുന്നുവെന്നാണ്. ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോകൾ, പണ്ട് ചില മലയാളികളൊക്കെ ഇസ്രായേലിൽ ഇരുന്ന് ചില വീഡിയോകൾ ചെയ്യുമായിരുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ, ജിങ്കിനാക്കിടി, ഇറാൻ കത്താണ് കേട്ടോ, ജിഹാദികളെ നിങ്ങൾ കരയണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ക വർഗീയത പറഞ്ഞുകൊണ്ട് കുറേ അവന്മാർ കുറേ വീഡിയോകൾ ഇസ്രായേലിൽ നിന്ന് പടച്ചു വിട്ടിരുന്നു. ഇപ്പോൾ ഒരാളെയും കാണുന്നില്ല. ബങ്കറിനുള്ളിൽ തന്നെ സ്ഥിരതാമസമാണ്. ഞാൻ അവരെ അവഹേളിക്കുകയല്ല, അവരെ കളിയാക്കുകയല്ല, അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. മറ്റൊരു രാജ്യത്ത് ബോംബ് വീഴുമ്പോൾ ഇളിച്ചുകൊണ്ടിരിക്കുന്ന പോലെയല്ല സ്വന്തം തലയുടെ മുകളിൽ ബോംബ് വീഴുമ്പോൾ. ഇപ്പോൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ ദുരവസ്ഥ ഒരു നാൾ നമ്മളും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം. അതിനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ തിരിച്ചടി എന്ന് വേണം കരുതാൻ. അതായത് യുദ്ധമുണ്ടായാൽ ഇറാന് മാത്രമല്ല, ഇസ്രായേലിനെയും അമേരിക്കയെയും ഗൾഫ് രാജ്യങ്ങളെയും കൈയടിച്ച പലരെയും ഒക്കെ വേദനിപ്പിക്കുമെന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയണം. ഞാനൊക്കെ ആദ്യം മുതലേ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. യുദ്ധം വരുമ്പോൾ ഈ യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ആവേശ കമ്മിറ്റി കൂടാൻ ആളുകളുണ്ടാവും. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയാൽ അത് പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാവും. അതിൻ്റെ ദുസ്സഹമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതാണ് കാണുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ 10,000-കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉണ്ട്. അവരത് മിസൈൽ സിറ്റി എന്ന നിലയിൽ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അതിങ്ങനെ പുറത്തെടുക്കുക, വിക്ഷേപിക്കുക എന്നുള്ളതിനപ്പുറം വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. വളരെ ചിലവ് കുറഞ്ഞ, വളരെ ചെറിയ തോതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആയുധങ്ങളാണവ. പക്ഷേ അതിൻ്റെ പ്രഹരശേഷി കൂടുതലാണ്. അപ്പോൾ അമേരിക്ക ഒരു $500 ബില്യൺ ഒരു മിസൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് 10,000-15,000 രൂപ വിലയുള്ള ഇറാൻ്റെ ഡ്രോണുകൾ തകർത്തുന്നത്. അത്ര വൈരുദ്ധ്യമുണ്ട്, ഒരു ഭീകരമായ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഇറാൻ അത് ആസ്വദിക്കുകയാണ്. കാരണം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണല്ലോ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ തീർന്നു തുടങ്ങിയിരിക്കുന്നു. $151 മില്യൺ കച്ചവടമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്താൻ പോകുന്നത്. ഇസ്രായേൽ വീണ്ടും ആയുധങ്ങൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ അത് ഇസ്രായേലിന് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കും. ഒരു വശത്ത് അമേരിക്കയ്ക്ക് അതൊരു വലിയ നേട്ടമാണ്. പക്ഷേ ഈ ക്രൂഡ് ഓയിൽ വില കുതിച്ചു കയറുന്നത്, ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത്, അവിടെ എണ്ണ വ്യാപാരം നടക്കാതാകുന്നത് ഡോളർ കൂപ്പ് കുത്താനും അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ തകിടം മറിയാനും കാരണം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പ്രതിരോധത്തിനുള്ള ആയുധങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കുറയുന്നു. പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ ശക്തി കുറയുന്നു. ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഏറെക്കുറെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇറാൻ്റേത്. പക്ഷേ അപ്പോഴും ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവൻ കണ്ടെത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാനാകട്ടെ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടി കൃത്യമായി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ എവിടെ അടിച്ചാൽ കൊള്ളും, വലിയ നാശമുണ്ടാകുമെന്ന് കണ്ടെത്തി ഉപഗ്രഹ ചിത്രങ്ങളുടെ അടക്കം സഹായത്തോടു കൂടി ആക്രമിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇറാൻ്റെ ആക്രമണങ്ങൾ കുറെ കൂടി പ്രിസൈസ്ഡ് ആയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലേക്കും വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന നിലയിലേക്ക് ശക്തമായ താക്കീതുമായി മുന്നോട്ട് പോകാൻ ഇറാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. ഇപ്പം ഗസയിലെ ആൾക്കൂട്ടത്തിന് നേരെ ബോംബുകൾ എറിഞ്ഞിട്ട് യുദ്ധം ജയിച്ചേ എന്ന് പറയുന്ന പണി ഇറാൻ്റെ അടുത്ത് നടക്കില്ല എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ അവിടെ ഗസയിൽ നടത്തിയ പോലെയുള്ള ഏകപക്ഷീയമായ യുദ്ധമല്ല നടക്കുന്നത് എന്ന് അമേരിക്കയ്ക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ശരിക്കും അടിക്ക് തിരിച്ചടി യുദ്ധം കണക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇറാനെ ഏകപക്ഷീയമായി തകർക്കാം എന്നുള്ള കണക്കുകൂട്ടലുകളൊന്നും നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, നിരവധി സൈനികരെ ബന്ദികളാക്കിയിട്ടുണ്ട് എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. നിരവധി അമേരിക്കൻ സൈനികരെ ഞങ്ങൾ ബന്ദികളാക്കിയിട്ടുണ്ട്. അവരെ ഏത് നിമിഷം അവരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഇനി തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ F-35 വിമാനങ്ങൾ, ഇസ്രായേലിൻ്റെ F-35 വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടനുമായിട്ട് അമേരിക്ക ഉടക്കുകയാണ്.
സകലരുമായിട്ടും അമേരിക്ക ഉടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നുവെന്ന് വാർത്തകൾ വരുന്നു. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തുടങ്ങി കുടുങ്ങി മുന്നോട്ട് പോകാൻ കഴിയാതെ സ്തബ്ധരായി നിൽക്കുമ്പോൾ ഇറാന് പിന്തുണ കൂടുന്നു. റഷ്യ, ചൈന, ഉത്തര കൊറിയയൊക്കെ പിന്തുണയ്ക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധം വേണ്ട, ഇറാൻ ഇനി ആക്രമിക്കേണ്ട എന്ന നിലപാടിലേക്ക് മയപ്പെട്ട് പതുക്കെ വരുന്നു. അതുപോലെ തന്നെ മറുവശത്ത് ലോകരാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുകയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുന്നു. അതിനെ തകർക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. US സൈനികരെ പിടികൂടുന്നു. US സൈനികരെ 21 പേരെ ഇന്നലെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സൈനികരും മരിക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു. ഇസ്രായേൽ തലസ്ഥാനം തകരുന്ന തലസ്ഥാനത്ത് വലിയ തകർച്ചകൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്ത് കൂടുതൽ ആയുധങ്ങൾ കളത്തിലിറക്കി ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ അഗ്രസീവ് ആവുമ്പോൾ മറുവശത്ത് അമേരിക്കയും ഇസ്രായേലും വാചക കസർത്തുകൾക്കപ്പുറം മുന്നോട്ട് പോകാൻ ആയുധങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ലാതെ പമ്മുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇറാൻ്റെ എല്ലാം തകർത്തു എന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ പ്രത്യാക്രമണങ്ങളിലൂടെ തെളിയിക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ് ലോകത്തെ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉരുവപ്പെട്ടിട്ടുണ്ട്. അത് ഇറാൻ മൂടിവെച്ച ആയുധങ്ങൾ, അവരുടെ ആയുധപ്പുരകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പുത്തൻ ആയുധങ്ങളൊക്കെ അവർ ഇപ്പോൾ ഷോക്കേസ് ചെയ്യുന്നുണ്ട്, ആളുകളെ ലോകത്തെ കാണിക്കുന്നുണ്ട്. അത്രയും മാരകമായ ആയുധങ്ങൾ പുറത്തെടുത്ത് പണി തുടങ്ങുന്നുണ്ട്. അത് ട്രംപിനെ സംബന്ധിച്ച് 8ന്റെ പണിയാണ് എന്ന് പറയാതെ പോയി. അത് മാത്രമല്ല, പുതിയ പരമോന്നത നേതാവിന് നേരെയും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. പുതിയ പരമോന്നത നേതാവ് അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത പരിപാടി ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ല എന്നുള്ളത് ആദ്യത്തെ പ്രതികരണത്തിലൂടെ വ്യക്തമായി. എങ്ങനെയാണ് ഈ പുതിയ ഭരണാധികാരി മുജ്തബ ഖാംനെയി അധികാരത്തിൽ വരുന്നത്? ആയത്തുള്ള അലി ഖാംനെയുടെ മകനാണ് എന്നുള്ളതിനപ്പുറം അദ്ദേഹം തികഞ്ഞ പാശ്ചാത്യ ശക്തികൾക്കെതിരായി, ശത്രുവിനെതിരായി നിരന്തരമായി കടന്നാക്രമണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം രീതികളിലൂടെ പോയിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ അമേരിക്ക പറഞ്ഞത് ഇയാളെ ഞങ്ങൾ തട്ടുമെന്ന്. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഒറ്റ മിസൈൽ നേരെ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അമേരിക്ക ചെയ്യുന്നതൊക്കെ അവർക്ക് പൊള്ളുന്ന തിരിച്ചടി കിട്ടുന്ന അനുഭവങ്ങളായി മാറുകയാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ കുറെ കൂടി കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ അമേരിക്ക പറഞ്ഞത് ഒരു ഭരണമാറ്റം ഉണ്ടാകണം, അത് ഞങ്ങൾ തീരുമാനിക്കും ആരാണ് ഭരണാധികാരി എന്ന്. ഇനി ആ ഭരണമാറ്റം നടന്നില്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഇറാൻ കാല് പിടിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാകുമെന്നൊക്കെയാണ് ട്രംപ് തട്ടിവിട്ടത്. 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നേരം കുറയായി, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. നേരെ മറിച്ച് അവിടെ പുതിയ ഭരണാധികാരി വന്നു, ട്രംപിനെ വിലവെക്കുന്നില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ നടപടി. ഭരണഘടനാ കാര്യങ്ങളിൽ ഇനി ഇടപെടരുത്, ഇറാന്റെ ഭരണഘടനാ കാര്യങ്ങളിൽ ഇടപെടാൻ താൻ ആര് എന്നുള്ള ചോദ്യം വരെ അവിടെ ഉയർന്നു. അതെ, അത്തരത്തിലുള്ള ചോദ്യം തന്നെയാണ് ഈ നടപടിക്ക് പിന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ വെല്ലുവിളിയും വിരട്ടലും കണ്ടിട്ട് ഞങ്ങൾ പിന്മാറില്ല എന്ന് ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം.